നമസ്കാരം. ഇന്ത്യയുടെയും അമേരിക്കയുടെയും വ്യാപാര ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ ചൂണ്ടിക്കാട്ടി മോദിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യം പിടികൂടി വിചാരണയ്ക്കായി അമേരിക്കയിലേക്ക് കൊണ്ടുപോയ സംഭവം സൂചിപ്പിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ട്രംപ് തട്ടിക്കൊണ്ടുപോകുമോ എന്നാണ് ചവാൻ ചോദിച്ചിരിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ 50% നികുതി വർധന ഇന്ത്യൻ വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ചവാൻ ചൂണ്ടിക്കാട്ടി. ഇത്രയും ഉയർന്ന നികുതി നിലനിൽക്കെ വ്യാപാരം അസാധ്യമാണെന്നും ഇത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരിട്ടുള്ള നിരോധനം ഏർപ്പെടുത്താൻ കഴിയാത്തതിനാൽ നികുതി വർധനവ് ട്രംപ് ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്. ഇതിന്റെ ഫലമായി മുൻപ് ലഭിച്ചിരുന്ന ലാഭം ഇല്ലാതാകുമെന്നും ഇന്ത്യക്ക് മറ്റ് വിപണികൾ കണ്ടെത്തേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങളെ വെനസ്വേലയുമായി താരതമ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ നടത്തിയ പരാമർശം യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്നതും രാഷ്ട്രീയ അഹന്ത വെളിപ്പെടുത്തുന്നതുമായ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ സാമ്പത്തിക തകർച്ചയിലായ അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ കുടുങ്ങിയ വെനസ്വേലയോട് ഉപമിക്കുന്നത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തോടുള്ള അവഹേളനമാണ് എന്ന് പറയേണ്ടി വരും. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ ഭരിക്കുന്ന ഈ കാലത്ത് ഇന്ത്യ ആഗോള സാമ്പത്തിക ശക്തികളുമായി തുല്യതയുടെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയെ ആശ്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ആത്മവിശ്വാസമുള്ള വിപണിയാക്കി മാറ്റിക്കഴിഞ്ഞു. അതേസമയം കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയുടെ വിദേശ നയം പലപ്പോഴും ദുർബലവും നിർണയശേഷി ഇല്ലാത്തതുമായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ന് ഇന്ത്യ US വ്യാപാര ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് സമാന ശക്തികൾ തമ്മിലുള്ള ചർച്ചകളുടെ സ്വാഭാവിക ഭാഗമാണ്, അല്ലാതെ അടിമത്തത്തിന്റെ അടയാളമല്ല. വെനസ്വേലയുമായി താരതമ്യം ചെയ്യുന്നത് വസ്തുതകളെ വളച്ചൊടിക്കുന്നതും രാഷ്ട്രീയ ലാഭത്തിനായുള്ള അപക്വ ശ്രമവുമാണ്. മോദി സർക്കാർ അമേരിക്കൻ തീരുമാനങ്ങൾക്ക് മുന്നിൽ വഴങ്ങുകയാണെന്നും ഇന്ത്യയുടെ നിർണായകമായ കാര്യങ്ങളിൽ ട്രംപ് തീരുമാനങ്ങൾ എടുക്കുകയാണെന്നും ചവാൻ വിമർശിച്ചു. അതിനിടെ പ്രധാനമന്ത്രിയെ ട്രംപ് തട്ടിക്കൊണ്ടുപോകുമോ എന്ന ചവാന്റെ ചോദ്യം അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു കഴിഞ്ഞു. ആണവ ശക്തിയായ ഇന്ത്യയെ കുറിച്ച് ഇത്തരമൊരു ചോദ്യം ഉന്നയിച്ച ചവാന് മസ്തിഷ്ക മരണം ഭവിച്ചിരിക്കുകയാണെന്നും വിവരക്കേടാണ് അദ്ദേഹം പറയുന്നതെന്നും വിമർശനം ഉയർന്നു കഴിഞ്ഞു. മുൻ ജമ്മു കശ്മീർ DGP SP വൈദ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചവാന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തു വന്നു. രാജ്യത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണിതെന്നും ഇതാണോ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രമെന്നും അദ്ദേഹം ചോദിച്ചു. ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി വിവേകം കാണിക്കണമെന്നും ചവാനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം അമേരിക്കയുടെ താരിഫ് വർധനവ് നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ US-ലേക്കുള്ള കയറ്റുമതിയിൽ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നവംബർ മാസത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 22.61% വർദ്ധിച്ച് $6.98 ബില്യൺ എത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ US-ലേക്കുള്ള കയറ്റുമതിയിൽ 11.38%, ഇറക്കുമതിയിൽ 11.49% വർധനവുണ്ടായതായും സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. പൃഥ്വിരാജ് ചവാന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ പഴയ ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. ഇന്ത്യയെ എല്ലായ്പ്പോഴും ദുർബലവും ആശ്രിതവുമായ രാഷ്ട്രമാക്കി ചിത്രീകരിക്കാനുള്ള വ്യഗ്രത. എന്നാൽ ഇന്ന് ഇന്ത്യ ലോകവേദിയിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു, കരാറുകളിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു, ആഗോള നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നു. വെനസ്വേലയെ ഉദാഹരണമാക്കി ഉയർത്തി ഇന്ത്യയെ അപമാനിക്കുന്നത് ദേശീയതയ്ക്കും ജനാധിപത്യ ബോധത്തിനും വിരുദ്ധമാണ്. മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച സാമ്പത്തിക സ്ഥിരതയും ആഗോള അംഗീകാരവും നിഷേധിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ വിമർശനം ആവശ്യമാണെങ്കിലും അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാകണം. രാജ്യത്തിന്റെ അന്തസ്സ് തകർക്കുന്ന ഉപമകളിലൂടെ അല്ല അത് നടത്തേണ്ടത്. കോൺഗ്രസിന് വേണ്ടത് ഇന്ത്യയെ ചെറുതാക്കുന്ന വാക്കുകളല്ല, കാലത്തിനൊത്ത കാഴ്ചപ്പാടാണ് എന്ന് ഇനിയെങ്കിലും കോൺഗ്രസ് തിരിച്ചറിഞ്ഞാൽ നല്ലത്.